ഒരു തവണയെങ്കിലും ഉബർ, ഓല, റാപ്പിഡോ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സർവീസുകൾ ഉപയോഗിക്കാത്തവരായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? വളരെ ചുരുക്കമായിരിക്കും. എസ്പെഷ്യലി മെട്രോപൊളിറ്റൻ സിറ്റികളിലും മറ്റൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഈ ഓൺലൈൻ ടാക്സി സർവീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ അവർക്കെതിരെ ഇപ്പോൾ വ്യാപകമായ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന കമ്മീഷൻ, സർവീസ് ചാർജ് തുടങ്ങിയ പരാതികൾക്ക് പുറമെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അവർക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പരാതി എന്താണെന്ന് വെച്ചാൽ, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ചാർജും, ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു ചാർജും, ഉയർന്ന ചാർജും നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൺസ്യൂമേഴ്സ് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹകരണാടിസ്ഥാനത്തിൽ സഹകാർ ആപ്പ് എന്ന ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പാർലമെൻറ്റിൽ അറിയിച്ചത്. ഇരുചക്ര വാഹനങ്ങളുടെയും 3 വീലേഴ്സിൻ്റെയും 4 വീലേഴ്സിൻ്റെയും ഒക്കെ ഡ്രൈവർമാർക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കമ്മീഷനോ സർവീസ് ചാർജോ ഇല്ലാതെ ഡ്രൈവർമാർക്കും അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഒരേ സമയം ഒരേ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്.